വേഗം റെഡി ആക്കിയ പിള്ളേരെ, ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. വാക്സിൻ എടുക്കാൻ സമയമായി. അയ്യോ ചേച്ചി, ഇന്ന് എനിക്ക് ചെറിയൊരു തലവേദന ഉള്ളത് പോലെ. നമുക്ക് ഇത് അടുത്ത മാസം ആക്കിയാലോ? എനിക്ക് ഒരു വയറുവേദന പോലെ. സത്യം ചേച്ചി, ഞാൻ അഭിനയിക്കുന്നതല്ല. നിന്റെ ഒക്കെ ഈ നമ്പറുകൾ എനിക്ക് പണ്ടേ അറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ എടുത്തതാ. അതുകൊണ്ട് എനിക്കിന്ന് പേടിക്കാനൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇന്ന് കുത്തുകൊള്ളും. പ്രിയ ചേച്ചി, കുത്തുകൊള്ളൂന്ന് പറഞ്ഞ വേദനിക്കുമോ? കേട്ടോ, ആ കുട്ടിയുടെ കരച്ചില് കേട്ടോ? അത്രയും വലിയ സൂചി ആയിരിക്കും. ഓ, അതൊരു ചെറിയ കുട്ടിയായത് കൊണ്ടല്ലേ? നിങ്ങളൊക്കെ വലിയ കുട്ടിയായല്ലോ. ഇഷാന, നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത്? വിറയ്ക്കുന്നതല്ല ചേച്ചി, ഇത് ഇവിടുത്തെ ഏച്ചയുടെ തണുപ്പ് കൊണ്ടാ. ഓ പിന്നെ, പേടിച്ചിട്ട് കാൽമുട്ട് കൂട്ടിയിടിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാം. നോക്കിക്കേ, പാറുകുട്ടി പോലും നിങ്ങളെക്കാൾ ധൈര്യത്തിലേ ഇരിക്കുന്നേ. അതെ അതെ, ഞാനൊരു ധൈര്യമുള്ള കുട്ടിയാണ്. പക്ഷെ ആ ഡോക്ടർ മാമൻ സൂചി എവിടെയാ കുത്തുന്നേ? അടുത്ത നമ്മളാ, വേഗം വാ. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. മോളെ കാലനക്കല്ലേ, കാലനക്കാ പിന്നെ ഒന്നും പറയണ്ട. ഡോക്ടർ പതുക്കെ പ്ലീസ്, ഞാനൊരു പാവം കുട്ടിയല്ലേ, വേദന എടുക്കില്ലേ? ഇഷാന, ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ചിരി തന്നെ. നിന്റെ ഈ ഫേസ് എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ളതാ. ചേച്ചി ക്രൂരത കാണിക്കല്ലേ, എന്റെ കൈ വിറയ്ക്കുന്നു, എനിക്ക് ഓടിപ്പോകാൻ തോന്നുന്നു. അയ്യോ, ഈ സൂചി എത്ര വലുതാ. ഡോക്ടർ മാമ, പാറക്കുട്ടിക്ക് മുട്ടായി തന്നാ മതി, സൂചി വേണ്ട. അടുത്ത ആള് കേറിയിരിക്കും. ഡോക്ടറെ, എനിക്ക് എടുക്കണ്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തതാ. കണ്ടോ, ഇത്രയുള്ള കാര്യം വെറുതെ പേടിപ്പിച്ചു. കണ്ടോ, ഇത്രയുള്ള കാര്യം വെറുതെ പേടിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച എനിക്ക് എടുത്തപ്പോ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എനിക്ക് തോന്നിയില്ല. അതെ, എന്നിട്ട് ഞങ്ങളെ കളിയാക്കാൻ നോക്കുന്നു. ഇഷാനിയുടെ കൈ ഇപ്പോൾ അനക്കാൻ വയ്യ. പ്രിയ ചേച്ചി മോശക്കാരിയാ. എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഫോട്ടോ എടുക്കുകയായിരുന്നു. എനിക്കിനി വലിയ ഐസ്ക്രീം വാങ്ങി തന്നാലേ ഞാൻ മിണ്ടു. എല്ലാവരും വാക്സിൻ എടുത്താലോ? ഇനി സമാധാനമായി ഉറങ്ങാം. പ്രിയേ, നീ നിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയോ? നിനക്ക് കഴിഞ്ഞ ആഴ്ച എടുത്തത് പണിക്കാണ്. വാക്സിൻ നീയും എടുക്കണമായിരുന്നു. അപ്പൊ പ്രിയ ചേച്ചിക്കും കുത്താനുണ്ട്. ചേച്ചി തിരിച്ചു പോകാം. എനിക്ക് ഇപ്പൊ ചെറുതായിട്ട് പേടിയാവുന്നു. ഇപ്പൊ ആർക്കാ പേടിയാവുന്നേ? ഹായ് ടെബു, ഹായ് സഫായി, നീലമന്ത്ര, ഹായ് ശിവാനിയ. കുറച്ച് പേര് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തവരാണ് കേട്ടോ. നിങ്ങളുടെ പേര് ഇതുപോലെ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കമന്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്തില്ലെങ്കിൽ കമന്റ് ചെയ്യുക, ഒക്കെ ചെയ്തോളൂ.